Good morning, students. In the last class, we discussed about some formatting tags and font tag. In the font tag, we have seen three attributes: font face, font color, and font style. Then, in this class, we discuss about the base font element. The base font element is supposed to set a default font size, color, and typeface for any parts of the document that are not otherwise contained within a font tag. ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടാഗാണ് ബേസ് ഫോണ്ട് ടാഗ്. ഈ ബേസ് ഫോണ്ട് ടാഗ് നമ്മൾ സെപ്പറേറ്റ് എഴുതിയൊന്നും കൊടുക്കുന്നില്ല, നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണാനൊന്നും പറ്റുന്നില്ല. ബട്ട് നമ്മൾ ഈ ഫോണ്ട് ടാഗ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ് ദാറ്റ് കേസിൽ ഈ ബേസ് ഫോണ്ട് ടാഗ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ആവുക. അപ്പോൾ ഒരു ബൈ ഡിഫോൾട്ടിൽ ഒരു ഫോണ്ട് സൈസും ഫോണ്ട് കളറും ഫോണ്ട് ഫേസും നമുക്ക് വെബ് പേജിൽ ലോഡായിട്ട് വരും. നമ്മൾ നോർമലി കാണുന്ന വെബ് പേജസിന് ഒരു ഫോണ്ട് സൈസ് ഉണ്ടാവും, അതുപോലെ ഒരു ഫോണ്ട് കളർ. നോർമലി അത് ബ്ലാക്ക് ആയിരിക്കും. വൈറ്റ് പേജ് ആണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ ആയിട്ടായിരിക്കും ബൈ ഡിഫോൾട്ട് വരിക. ദെൻ ഒരു ഫോണ്ട് ഫേസ്, ഫോണ്ട് ടൈപ്പ് ടൈംസ് ന്യൂ റോമനോ അല്ലെങ്കിൽ കൊറിയർ ന്യൂ അല്ലെങ്കിൽ ഏരിയൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഫേസ് അതിൽ ബിൽറ്റിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന ബൈ ഡിഫോൾട്ട് വരുന്ന ഒരു ടാഗാണ് ബേസ് ഫോണ്ട് ടാഗ്. അത് നമ്മൾ നോർമലി നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ബൈ ഡിഫോൾട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ടാഗാണ് ബേസ് ഫോണ്ട് ടാഗ്. ഇപ്പോൾ ഫോണ്ട് ടാഗ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഡയറക്റ്റ് നമ്മൾ ഫോണ്ട് സൈസ്, ദെൻ ഫോണ്ട് കളർ, ഫോണ്ട് ടൈപ്പ് അല്ലെങ്കിൽ ഫോണ്ട് ഫേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വെബ് പേജിൽ ഡൗൺലോഡ് ആകുന്ന ഒരു ടാഗാണ് ബേസ് ഫോണ്ട് ടാഗ്. We can use the font elements to override the base font settings. അപ്പോൾ നമ്മൾ ഫോണ്ട് ടാഗിൽ ഫേസ്, സൈസ്, കളറൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഈ ബേസ് ഫോണ്ട് സെറ്റിംഗ്സ് ഓവർറൈഡ് ചെയ്തിട്ട് ഫോണ്ട് എലമെന്റ്സ് എന്താണോ അതായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ടാഗ് ഈസ് ഇമേജ് ടാഗ്. ഇമേജ് ടാഗ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്പ്ലേയിങ് ഇമേജസ്. ദ കീവേഡ് ഈസ് IMG. IMG ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഇമേജ് ടാഗ്. ഇമേജ് ടാഗിന് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് IMG എന്ന് പറയുന്ന ടാഗാണ്. ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നത് IMG എന്നാണ്. IMG ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമേജസ് നമ്മുടെ ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അറ്റ് എ ടൈമിൽ എത്ര ഇമേജസ് വേണമെങ്കിലും, മൾട്ടിപ്പിൾ ഇമേജസ് വി ക്യാൻ ഈസിലി ഇൻസേർട്ട് ഇൻ അവർ ഡോക്യുമെന്റ്. ദ ഇമേജ് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ആൻ ഇമേജ് ഇൻ ടു എ ഡോക്യുമെന്റ്. ദ IMG ടാഗ് ഈസ് empty. It contains attributes only and does not have a closing tag. IMG ടാഗ് എന്ന് പറയുന്ന ഒരു empty ടാഗ് ആണ്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ആട്രിബ്യൂട്ട്സ് ഓൺലി ആൻഡ് ഡസ് നോട്ട് ഹാവ് എ ക്ലോസിംഗ് ടാഗ്. അപ്പോൾ എവരി ടാഗ് നമ്മൾ പറഞ്ഞു ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. സം സ്പെഷ്യൽ ടാഗ്സ് മാത്രമാണ് ക്ലോസിംഗ് ടാഗ്സ് ഇല്ലാത്തത്. അങ്ങനെ ക്ലോസിംഗ് ടാഗ്സ് ഇല്ലാത്തതിനെ നമ്മൾ വിളിക്കുന്ന നെയിമാണ് empty ടാഗ്. അപ്പോൾ IMG ടാഗ് എന്ന് പറയുന്ന, അതുപോലെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിരുന്നു. ഏത് ടാഗാന്ന് പറയാമോ? നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ടാഗ്. ഓക്കെ, ബ്രേക്ക് ടാഗ് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുന്നത്, നമുക്ക് ക്ലോസിംഗ് ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ empty ടാഗ്. അപ്പൊ അതുപോലെ തന്നെയാണ് IMG ടാഗ് യൂസ് ചെയ്യുന്നത്. അതൊരു empty ടാഗ് ആണ്. ഓൺലി ആട്രിബ്യൂട്ട്സ് മാത്രമാണ് നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ക്ലോസിംഗ് ടാഗ്. ദെൻ അതിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന മസ്റ്റായിട്ടും നമ്മളൊരു IMG ടാഗ് കൊടുക്കുമ്പോൾ മസ്റ്റായിട്ടും സെറ്റ് ചെയ്യേണ്ട ഒരു ആട്രിബ്യൂട്ട് ആണ് SRC. SRC മീൻസ് സോഴ്സ് ഓഫ് ദ ആട്രിബ്യൂട്ട്. സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അത് ഇവിടെ നിന്നാണ്, ആ ഇമേജിന്റെ പാത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ പാത്ത് ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും നമുക്കിവിടെ പാത്ത് സെറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി C:// കുറച്ച് പിക്ചേഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് സെറ്റിംഗ്സിലോ അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലോ അല്ലെങ്കിൽ പ്രോഗ്രാം ഫയൽസിലൊക്കെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കുറച്ച് ബൈ ഡിഫോൾട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആകുമ്പോൾ തന്നെ കുറച്ച് പിക്ചേഴ്സ് അതിലുണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പാത്തും കൂടെ സെലക്ട് ചെയ്യുക. കറക്റ്റ് ആയിട്ട് അത് എവിടെയാണോ കിടക്കുന്ന ആ ഫോൾഡർ നെയിം വെച്ചിട്ട് വേണം ആ പാത്ത് എടുക്കാൻ. അതാണ് അതിന്റെ SRC എന്ന് പറയാം, സോഴ്സ്. അപ്പോൾ അത് നമ്മൾ ഒരു URL ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. അഡ്രസ് ഓഫ് ദ ഇമേജ് നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജിനെ നമ്മുടെ വെബ് പേജിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ദ IMG ടാഗ് ഈസ് യൂസ് ടു ഇൻസേർട്ട് ആൻ ഇമേജ് ഇൻ ടു എ ഡോക്യുമെന്റ്. The IMG tag is empty. It contains attributes only and does not have a closing tag. The SRC attribute specifies the URL, that is web address of the image. ഞാൻ പറഞ്ഞു SRC എന്ന് പറയുന്ന ടാഗാണ് ഇമേജ് ടാഗ് സോഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Following is the simple syntax to use this tag.
സിൻടാക്സ് ഓഫ് IMG ടാഗ് ആണ് IMG, ദെൻ സ്പേസ് ഇട്ട് SRC എഴുതുന്നു, ദെൻ അതിന്റെ ഇമേജ് URL ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ ആ പാത്ത് എന്താണോ നമ്മളുടെ പിക്ചറിന്റെ പാത്ത്, അതായത് പിക്ചർ എവിടെയാണോ നമ്മൾ കോപ്പി ചെയ്തിട്ടിരിക്കുന്നത് അതിന്റെ പാത്ത് ഫുള്ളായിട്ട് ആ പാത്ത് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. അത് നമ്മൾ C:/program files/ അങ്ങനെ പറഞ്ഞ് കറക്റ്റ് ആയിട്ട് ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്യണം. ദെൻ അതിൽ എന്തെങ്കിലും ആട്രിബ്യൂട്ട് ലിസ്റ്റ് എഴുതാനുണ്ടെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് എഴുതുന്നു, ദെൻ ക്ലോസ് ദാറ്റ് ടാഗ്. അപ്പോൾ ആ ടാഗ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ /IMG എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദിസ് ഈസ് ആൻ എംപ്റ്റി ടാഗ്. ഓക്കെ, ഇനി ഇതിന്റെ അനദർ ഒരു ആട്രിബ്യൂട്ട് ആണ് ALT ടാഗ് ആട്രിബ്യൂട്ട്. നമുക്ക് IMG ടാഗിന് യൂസ് ചെയ്യാം. ALT എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് സ്പെസിഫൈ ചെയ്യുന്നത് ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ്. The ALT attribute provides an alternate text for an image if the user for some reason cannot view it. ആ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത് ഇറ്റ് കനോട്ട് ബി ഡിസ്പ്ലേഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ബട്ട് ഇഫ് ദ യൂസർ ഫോർ സം റീസൺ ചിലപ്പോൾ അത് വ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ALT ടാഗ് കൊടുത്താലും അത് ഒരു ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ്, ബ്രൗസേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ മെസ്സേജ് ഡിസ്പ്ലേ ആവുള്ളൂ. അപ്പോൾ ഇമേജ് വർക്ക് ചെയ്യുന്ന രീതി, ഇമേജ് നമ്മൾ SRCയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ALT എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ഇഫ് എ ബ്രൗസർ കനോട്ട് ഫൈൻഡ് ആൻ ഇമേജ് ഇറ്റ് വിൽ ഡിസ്പ്ലേ ദ വാല്യൂ ഓഫ് ദ ALT ആട്രിബ്യൂട്ട്. അപ്പോൾ നമ്മൾ ALT ആട്രിബ്യൂട്ട് എഴുതി കൊടുക്കുന്നത് നമ്മളുടെ ഇമേജിന്റെ പാത്ത് ഇനി കറക്റ്റ് അല്ല, നമ്മളുടെ ഇമേജ് അവിടെ ലോഡ് ആയില്ല അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ ഈ ALT ആട്രിബ്യൂട്ട് എന്താണോ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, ഹിയർ വൺ എക്സാമ്പിൾ IMG SRC = image.jpg. image.jpg എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് അവർ ഇമേജ്, അത് ഡബിൾ കോട്ട്സിനകത്തായിരിക്കണം കൊടുക്കേണ്ടത്. ദെൻ കറസ്പോണ്ടിങ് ALT ആട്രിബ്യൂട്ട്, ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് ആണ് ALT, അത് നമ്മൾ അവിടെ കൊടുക്കുന്നു. ഈ ഒരു പർട്ടിക്കുലർ ഇമേജ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് ALT മെസ്സേജ് വിൽ ബി displayed. That is, here the displayed text is image cannot displayed. അപ്പോൾ ആ ഒരു ഓൾട്ടർനേറ്റ് മെസ്സേജ് ആയിരിക്കും ഇമേജ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മളുടെ IMGയുടെ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് പറഞ്ഞത്, SRC ദെൻ ALT. SRC സോഴ്സ് ആണ്, ALT ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമേജിന്റെ ആട്രിബ്യൂട്ട് ആണ് സൈസ്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. നമുക്കൊരു ഇമേജിന്റെ സൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സൈസ് എന്ന് ഉദ്ദേശിക്കുന്ന അതിന്റെ വിഡ്ത്ത്, പർട്ടിക്കുലർ വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ദെൻ ഹൈറ്റ് ഓഫ് ദാറ്റ് ഇമേജ്, അത് നമ്മൾ നോർമലി അതിന്റെ വാല്യൂസ് പറയുന്നത് പിക്സൽസിലാണ്. ഒരു ഇമേജ് നമുക്ക് പിക്സൽസിലാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂസ് നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യുന്നത് പിക്സൽസിലായിരിക്കും. വി ക്യാൻ യൂസ് ദ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ടു സ്പെസിഫൈ ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ആൻ ഇമേജ്. ഡിഫറെന്റ് സ്റ്റൈൽ ആട്രിബ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് വിഡ്ത്ത് അതുപോലെ ഹൈറ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. The values are specified in pixels. പിക്സൽസിലായിരിക്കും വാല്യൂസ് സ്പെസിഫൈ ചെയ്യാം. ദെൻ അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്ന IMG SRC = നമ്മളവിടെ പർട്ടിക്കുലർ ഇമേജ് കൊടുക്കുന്നു. അപ്പോൾ SRC മസ്റ്റ് ആയിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അതായത് ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്താൽ അതിന്റെ സൈസാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ ALT ടാഗ് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ബട്ട് IMG SRC മസ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ടാവണം. SRCയിൽ നമ്മൾ അതിന്റെ സോഴ്സ് ഫയൽ ഇമേജ് ഓഫ് ദ പർട്ടിക്കുലർ പാത്ത്, ആ പർട്ടിക്കുലർ പാത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ദെൻ image.jpg മീൻസ് ദ എക്സ്റ്റൻഷൻ, പിക്ചേഴ്സിന്റെ എക്സ്റ്റൻഷൻ നമ്മൾ JPG ഫയലായിട്ടാണ് സേവ് ചെയ്യുക. സോ അവിടെ .jpg എന്നുള്ളത് എന്തായാലും കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇമേജിന്റെ പാത്ത് കൊടുക്കുന്നു. ദെൻ .jpg നമ്മൾ SRC ഫയൽ സെറ്റ് ചെയ്തു. ദെൻ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ്, ഓൾട്ടർനേറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു. അവിടെ ഇമേജ് കനോട്ട് ബി ഡിസ്പ്ലേഡ് ഒരു മെസ്സേജ് കൊടുക്കുന്നു. ദെൻ നമ്മൾ സ്റ്റൈല് പറഞ്ഞു കൊടുക്കുകയാണ്. സ്റ്റൈലിൽ നമുക്ക് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, വിഡ്ത്തും ഹൈറ്റും നമുക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാം. സ്റ്റൈൽ = വിഡ്ത്ത് എന്നുള്ളത് ഞാനൊരു 128 പിക്സൽസിനാണ് PX എന്നിട്ടിരിക്കുന്നത്, അത് കൊടുത്തു, സെറ്റ് ചെയ്തു. ദെൻ സെമികോളൻ ഹൈറ്റ് കൊടുത്തു. ഹൈറ്റ് കോളനിൽ 128 px, രണ്ടും നമ്മൾ വിഡ്ത്തും ഹൈറ്റും 128 px ആയിട്ട് പിക്സൽസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഓപ്ഷണൽ ആണ്. സ്റ്റൈൽസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ബട്ട് SRC എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. നമ്മളിവിടെ വിഡ്ത്ത് ഹൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഇമേജ്, ഇപ്പോൾ ഒരു പേജ് ഫുള്ളായിട്ട് ഇമേജ് കാണുന്നതിന് പകരം നമ്മളൊരു പർട്ടിക്കുലർ വിഡ്ത്ത് ഹൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വിഡ്ത്തിനും ഹൈറ്റിനും എല്ലാം ആ ഒരു ഇമേജ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫുള്ളി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫുൾ ഇമേജ് ആണെങ്കിൽ അത് ഫുൾ ഇമേജ് ആയിട്ട് വരണമെന്നില്ല. ഒരു വിഡ്ത്ത് ഹൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ വിഡ്ത്ത് ഹൈറ്റിൽ ആ സ്റ്റൈലിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം.
ഓക്കെ, ദ നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ആണ് ഇമേജ് ബോർഡർ. ബോർഡർ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു ഇമേജ് ഫയലിന്റെ ബോർഡർ നമുക്ക് സെറ്റ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് ഇമേജ് വിൽ ഹാവ് എ ബോർഡർ അറൌണ്ട് ഇറ്റ്. വി ക്യാൻ സ്പെസിഫൈ ബോർഡർ തിക്നെസ് ഇൻ ടേംസ് ഓഫ് പിക്സൽസ് യൂസിങ് ബോർഡർ ആട്രിബ്യൂട്ട്. ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഇമേജിന് ഒരു ബോർഡർ അതിന് ചുറ്റും ഉണ്ടാവും. ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഒരു സ്മോൾ ലൈൻ ഒരു ലൈൻ നമുക്ക് അതിന്റെ ബോർഡർ ആയിട്ട് ബൈ ഡിഫോൾട്ട് അതിലുണ്ടാവും. ബട്ട് വി ക്യാൻ സ്പെസിഫൈ എ ബോർഡർ തിക്നെസ്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ തിക്നെസ് ബോർഡർ തിക്നെസ് സെറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ബോർഡർ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതും ഇൻ ടേംസ് ഓഫ് പിക്സൽസ്. ഓക്കെ, എ തിക്നെസ് ഓഫ് 0 മീൻസ് നോ ബോർഡർ അറൌണ്ട് ദ പിക്ചർ. നമ്മൾ 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നോ ബോർഡർ ആണ്. പിക്ചറിൽ ബോർഡർ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബോർഡർ ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഇമേജിന് നമുക്കൊരു ബോർഡർ സെറ്റ് ചെയ്യാം. അപ്പോൾ ബോർഡർ ഈക്വൽ ടു 3, 4 അങ്ങനെ ഒരു നമ്പർ, ഒരു ന്യൂമറിക് വാല്യൂ നമുക്ക് അവിടെ എൻ്റർ ചെയ്യാം. ഹിയർ ദ സിൻടാക്സ് ഈസ് img_src equal to ഇമേജ് കൊടുക്കുന്നു. ദെൻ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ALT എഴുതി. അതിൽ ഇമേജ് കനോട്ട് ഡിസ്പ്ലേഡ്. ദെൻ സ്റ്റൈൽ കൊടുത്തു, വിഡ്ത്ത്, ഹൈറ്റ്. ദെൻ ബോർഡർ ആട്രിബ്യൂട്ട് ബോർഡർ ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് 3. ഇപ്പൊ 3 എന്ന് കൊടുത്താൽ 3, അതായത് കുറച്ച് ഒരു തിക്നെസ്സോട് കൂടി നമുക്കൊരു ബോർഡർ ഡിസ്പ്ലേ ആവും. നമ്മളിവിടെ ബോർഡർ 0 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നോ ബോർഡർ വിൽ ബി ഡിസ്പ്ലേഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ബോർഡർ സെറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് വൺ അലൈൻമെന്റ്. അലൈൻമെന്റ് നമുക്ക് കൊടുക്കാം ഇതുപോലെ തന്നെ. അലൈൻമെന്റ് മീൻസ് ദ വാല്യൂ ക്യാൻ ബി ലെഫ്റ്റ് ഓർ റൈറ്റ് ഓർ സെന്റർ. അലൈൻമെന്റ്സ് നമുക്ക് ഇമേജിന് സെറ്റ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് ഇമേജ് വിൽ അലൈൻ അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പേജ്. ഡിഫോൾട്ട് ആയിട്ട് ഇമേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് പേജിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ബട്ട് വി ക്യാൻ യൂസ് അലൈൻ ആട്രിബ്യൂട്ട് ടു സെറ്റ് ഇൻ ദ സെന്റർ ഓർ റൈറ്റ്. നമുക്ക് വേണമെങ്കിൽ അലൈൻ ആട്രിബ്യൂട്ട് സെന്ററിലോ റൈറ്റിലോ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം img_src സെറ്റ് ചെയ്യുന്നു. ദെൻ ALT ടാഗ് എഴുതി, സ്റ്റൈൽ എഴുതി, ദെൻ അലൈൻ ആട്രിബ്യൂട്ട് എഴുതി, അലൈൻ ഈക്വൽ ടു റൈറ്റ്. അപ്പൊ നമുക്ക് നമ്മൾ അലൈൻ എഴുതിയിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അത് ലെഫ്റ്റ് ആയിരിക്കും. നമുക്ക് ഇവിടെ റൈറ്റിലോ സെന്ററിലോ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പൊ അലൈൻ ഈക്വൽ ടു റൈറ്റ് കൊടുത്താൽ ഇമേജ് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ റൈറ്റ് പൊസിഷൻ. റൈറ്റ് പൊസിഷനിലായിരിക്കും ഇമേജ് ഡിസ്പ്ലേ ആവുക. ഓക്കെ, as an example describing image tag and image attributes is given below. നമ്മളൊരു ഇമേജ് ടാഗും അതിന്റെ ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇവിടെ എക്സാമ്പിൾ. The first line is doc type HTML. Then HTML tag open ചെയ്തു. Inside that head tag open ചെയ്തു. Then inside the head tag we have to write the title tag and give the name of the title. Here the title name is using images. Using images എന്നുള്ള ഒരു ടൈറ്റിൽ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ആവാം. Then after that closing the title tag. Then head tag ക്ലോസ് ചെയ്തു. Then body tag ഓപ്പൺ ചെയ്യുന്നു. ബോഡി ടാഗിൽ നമ്മൾ ഒരു H2 എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമേജ്. അപ്പോൾ ഇമേജ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്സ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ വരും. അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇമേജ് img ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. img_src equal to ഒരു പാത്ത് പറഞ്ഞിട്ടുണ്ട് image.jpg. ദെൻ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇമേജ് നോട്ട് ഡിസ്പ്ലേഡ്. ദെൻ അതിന്റെ സ്റ്റൈൽ വിഡ്ത്തും ഹൈറ്റും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് H2 ടാഗിൽ ഞാൻ വേറൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഇമേജ് വിത്ത് ബോർഡർ ആൻഡ് റൈറ്റ് അലൈൻ. അപ്പോൾ നമ്മൾ ബോർഡറും റൈറ്റ് അലൈൻറ്റും ഈ കേസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഈ ഫസ്റ്റ് കേസിൽ അത് പറഞ്ഞിട്ടില്ല. സെക്കൻഡ് കേസിൽ നമ്മൾ ബോർഡറും അതുപോലെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ img_src എഴുതുമ്പോൾ img image.jpg പാത്ത് സെറ്റ് ചെയ്തു. ദെൻ ALT ടാഗ് എഴുതി, ഇമേജ് കനോട്ട് ബി ഡിസ്പ്ലേഡ്. ദെൻ ബോർഡർ ഈക്വൽ ടു 3. ബോർഡർ നമ്മൾ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് 3 ആയിട്ട്. ദെൻ അലൈൻ ഈക്വൽ ടു റൈറ്റ്. അലൈൻ ടാഗ് റൈറ്റ് ആയിട്ട് കൊടുത്തു. ദെൻ സ്റ്റൈൽ ഈക്വൽ ടു വിഡ്ത്ത് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. HTML ടാഗ് ക്ലോസ് ചെയ്തു. അപ്പം നമ്മളിവിടെ ഈ ഒരു പ്രോഗ്രാമിൽ img ടാഗാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. img ടാഗിന് മെയിൻ ആയിട്ട് എഴുതുന്ന ആട്രിബ്യൂട്ട് ആണ്. മസ്റ്റ് ആയിട്ടും എഴുതേണ്ടത് src ടാഗ് ആണ്. src ആട്രിബ്യൂട്ട് ആണ്. src ആട്രിബ്യൂട്ടിനകത്താണ് നമ്മൾ ആ സോഴ്സ് ഏതാണോ നമ്മുടെ ഇമേജ് സെറ്റ് ചെയ്യേണ്ടത് അതിന്റെ പാത്ത് ഫുള്ളായിട്ട് കൊടുത്ത് .jpg എന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാം. അതിനാണ് ALT ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇമേജ് ഇനി ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ഇമേജ് ഡിസ്പ്ലേ ആവുന്നില്ലെങ്കിൽ ഇമേജ് നോട്ട് ഡിസ്പ്ലേ എന്നുള്ളൊരു ഓൾട്ടർനേറ്റ് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ALT ടാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ സ്റ്റൈലിൽ നമ്മൾ വിഡ്ത്ത് ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ
ഒരു അതർ ഇമേജും കൂടെ നമ്മൾ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. H2 ഇമേജ് വിത്ത് ബോർഡർ ആൻഡ് റൈറ്റ് അലൈൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ ഇമേജ്